വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 5ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ ഡെസിമൽ ഫോംസ് അല്ലെങ്കിൽ ദശാംശ രൂപങ്ങൾ. എന്താ നമ്മൾ ഓണം വരെ 5 പാഠം അല്ലേ, 4 വരെയുള്ള പാഠം ഓണപ്പരീക്ഷ വരെയായിരുന്നു. എല്ലാവരും വൃത്തിയായിട്ട് എഴുതിയെന്ന് കരുതുന്നു. മാർക്കൊക്കെ കിട്ടിയെന്നും മാർക്കൊക്കെ എല്ലാവർക്കും കിട്ടിയോ? എങ്ങനെയുണ്ടോ നിങ്ങളെ മാർക്ക്? നല്ല മാർക്കൊക്കെ കിട്ടിയോ? ഇനി നമ്മൾ 5ാമത്തെ പാഠം മുതലാണ് ഇനിയും പഠിക്കാൻ പോകുന്നത്. പാഠത്തിൻ്റെ പേര് ഡെസിമൽ ഫോംസ് എന്നാണ് കേട്ടോ, ദശാംശ രൂപങ്ങൾ. പാഠത്തിൻ്റെ പേര് കണ്ടോ? ഇംഗ്ലീഷ് മീഡിയക്കാർക്കും മലയാളം മീഡിയക്കാർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ തന്നെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ പറയുമ്പോൾ ശ്രദ്ധിച്ചിരിക്കണേ നിങ്ങൾ. എവിടെയെങ്കിലും നിങ്ങൾക്ക് അറിയാൻ വയ്യാതുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറ കേട്ടോ. ഞാനെന്ന് വെച്ചാൽ അടുത്ത പാർട്ട് ഇടുമ്പം ആ അറിയാൻ വയ്യാത്ത കമൻറ്റുകളും കൂടെ അതിനകത്തിൽ ആഡ് ചെയ്താൽ പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പാഠത്തിൻ്റെ പേര് ഡെസിമൽ. എന്താവും നിങ്ങൾ ഈ ഡെസിമൽ ഫോം? ഡെസിമൽ എന്ന് നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ കേട്ടിട്ടുണ്ടല്ലേ. എന്താ ഡെസിമൽ? ഞാൻ ഈ പറയുമ്പോൾ ശ്രദ്ധിച്ച് കേട്ട് പോകണം കേട്ടോ. ഡെസിമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം 3 ഇതണ്ട ഇതിന് പറയുന്നതാണ്. ഇപ്പം 3 ഇട്ടിട്ട് ഞാനൊരു കുത്തിട്ട് വെച്ചേക്കുന്നത് കണ്ടോ. ഈ കുത്തിന് പറയുന്ന പേരാണ് ഡെസിമൽ അല്ലെങ്കിൽ ദശാംശം എന്ന് പറയും കേട്ടോ. ഇപ്പം നോക്കിയേ, 3 പോയിൻ്റ് എന്നല്ല നമ്മൾ പറയുന്നത്, 3 കേട്ടോ. അവിടെ എന്താണ്? ഡെസിമലിലാണ് അത് കാണിച്ചിരിക്കുന്നത് കേട്ടോ. 3.5 എന്നാണ് നമ്മൾ പറയുന്നത്, പക്ഷെ അത് ഡെസിമൽ ഫോമിലാണ് തന്നിരിക്കുന്നത്. മനസ്സിലായോ? ഡെസിമൽ എന്തുവാന്ന്, അല്ലെങ്കിൽ ദശാംശ രൂപത്തിലാണ് തന്നിരിക്കുന്നത്. ഇനി നോക്കിക്കോണേ നിങ്ങളെ. ഇപ്പം ഞാൻ നോക്കിയേ, 4.85 ഇങ്ങനെ എഴുതിയേക്കുക കണ്ടോ. അപ്പം നമ്മൾ ഒറ്റയടിക്ക് എന്താ പറഞ്ഞത്? 4.853 അല്ലെ 853 എന്നല്ലേ നമ്മൾ വായിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഓർത്തോണം, പോയിന്റ് കഴിഞ്ഞ് ഒരിക്കലും സംഖ്യകൾ കൂട്ടി വായിക്കരുത് കേട്ടോ. പോയിന്റ് കഴിഞ്ഞ് സംഖ്യകൾ ഒരിക്കലും കൂട്ടി വായിക്കരുത്. എങ്ങനെ വായിക്കാവൂ? നോക്കിക്കേ, പോയിന്റ് കഴിഞ്ഞിട്ട് നോക്കുക നിങ്ങളെ. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഓർത്തോണേ, എന്താ കൂട്ടി വായിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 853 അങ്ങനെ ഓരോ നമ്പർ വെച്ച് എടുത്തേ പറയാവും കേട്ടോ. 4.853 എന്നാണ് പറയുന്നത് കേട്ടോ. അല്ലാതെ 853 എന്ന് പറയരുത്, 853 എന്ന് പറയണം, അല്ലെങ്കിൽ 853 എന്ന് പറയണം. മനസ്സിലായോ? ഓരോന്നും ആ സ്റ്റെപ്പായിട്ട്. ടെസ്റ്റിലെ ആദ്യത്തെ കണക്കല്ല ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ ബേസ് ആവും. നിങ്ങൾ ഇതറിയാൻ വയ്യാതെ നമ്മൾ ടെസ്റ്റിനകത്ത് കിടന്ന് ഞാൻ എക്സർസൈസ് ആദ്യമേ നിങ്ങൾ ചെയ്ത് തന്നുകൊണ്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് അറിയാൻ വയ്യാതെ നമ്മളത് ചെയ്തുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പം നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട എന്താണ് ഈ ദശാംശം അല്ലെങ്കിൽ ഡെസിമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഇനി ഒരിക്കലും ഡെസിമൽ അല്ലെങ്കിൽ ദശാംശം കഴിഞ്ഞിട്ട് സംഖ്യകൾ കൂട്ടി വായിക്കരുത് കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ പറയുവാണ്, നോക്കിയേ, ഇങ്ങനെ പോയിന്റിന് ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിലെ നമുക്ക് കൂട്ടി വായിക്കാം. പോയിന്റിൻ്റെ ലെഫ്റ്റും റൈറ്റും അറിയാതെ, ഇത് പോയിന്റിൻ്റെ അങ്ങോട്ടാണെങ്കിൽ റൈറ്റ്, ഇങ്ങോട്ടാണെങ്കിൽ ലെഫ്റ്റ്, അതൊക്കെ ഒന്ന് അറിയണേ കേട്ടോ. പോയിന്റിൻ്റെ ലെഫ്റ്റ് ആണ്, ഇടത്തോട്ട് ലെഫ്റ്റ്, വലത്തോട്ട് റൈറ്റ് അല്ലേ, വലത്തും ഇടത്തും ഒക്കെ ഒന്ന് അറിയണേ നിങ്ങളെ, ഒന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഇടത്തോട്ടുള്ളതിനെ നമുക്ക് കൂട്ടി വായിക്കാം, 16 അല്ലെങ്കിൽ 16 കേട്ടോ. പക്ഷേ പോയിന്റ് കഴിഞ്ഞ് വലത്തോട്ട് 1 2 3 1 2 3 എന്നേ വായിക്കാവും. ഇപ്പം മനസ്സിലായോ? പോയിന്റ് കഴിഞ്ഞിട്ട് ലെഫ്റ്റിലോട്ട് എത്ര സംഖ്യയാണെങ്കിലും, ഇപ്പം 1 9 8 7 കണ്ടോ, 0.24 കണ്ടോ, 1987 1987 അത് കൂട്ടി വായിക്കണം. എന്നിട്ട് പോയിന്റ് കഴിഞ്ഞിട്ട് ഓരോ സംഖ്യ എടുത്തേ പറയാവൂ, 2ഉം 4ഉം. ഓക്കെ ആണോ നിങ്ങളെ? അത്രയും ഓക്കെ ആണല്ലോ. അപ്പോൾ ഓരോ ഇതും പഠിച്ച് പോകാം കേട്ടോ. ഇനി അടുത്തത് നമുക്ക് അറിയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കണേ, നമുക്ക് അതും കൂടെ അങ്ങ് നോക്കാം. ഇപ്പം 247 ഇതിനെ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത്? 247 അല്ലെങ്കിൽ 247 എന്നല്ലേ കുഞ്ഞുങ്ങളെ വായിക്കുന്നത്. ഇതിനെ നമുക്കപ്പോൾ എങ്ങനെ എഴുതാമെന്ന് കേട്ടോ. നിങ്ങൾ ഒന്ന് ബേസ് പഠിച്ച് പോയിട്ട് നമുക്കത് പഠിക്കാം. നോക്കൂ നിങ്ങളെ, ഇവിടെ 247 അതായത് 247 എന്നോ അല്ലെങ്കിൽ 247 എന്നോ നമുക്ക് പറയാം അല്ലേ. അപ്പം നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 200 അറിയണേ കുഞ്ഞുങ്ങളെ, ഇത് 100 സ്പെല്ലിങ്ങും കൂടെ പഠിച്ചു പോണേ. 100 ഹൺഡ്രഡ്സ് എന്ന് എഴുതിക്കോ, പ്ലസ് 200s പ്ലസ് 4 എന്താ അവിടെ? 10 ആണ് കേട്ടോ, ടെൻസ് പ്ലസ് 7 എന്താണ് അവിടെ? വൺസ് ആണ്. വല്ലോ മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകൂടെ ഞാൻ പറയാം. നോക്കൂ നിങ്ങളെ, ഇത് നമ്മൾ വൺസ് ടെൻസ് പഠിച്ചിട്ടില്ലേ? ഈ 7 എന്ന് പറയുന്നത് ഇവിടുത്തെ ആരാ? വൺസ് ആണ്. 4 എന്ന് പറയുന്നത് ഇവിടെ ആരാണ്?
ടെൻസ് ആണ്. ഒറ്റ, 10, 100 എന്ന് മലയാളം മീഡിയക്കാർക്ക് അല്ലേ, ഒറ്റ, 1, 10, 100, 1000, 10,000 എന്നല്ലേ നമ്മൾ ചെല്ലുന്നത് അല്ലേ. ഇംഗ്ലീഷ് മീഡിയക്കാർ വൺസ്, ടെൻസ്, 100 അല്ലേ, 100. സ്പെല്ലിങ് അറിയണേ കുഞ്ഞുങ്ങളെ കേട്ടോ. നിങ്ങൾക്ക് ഞാൻ എടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 100ൻ്റെ ഒക്കെ സ്പെല്ലിങ് നമ്മൾ ഈ അറിയാമെന്ന് വിചാരിച്ചിരിക്കും കേട്ടോ. ചിലപ്പോൾ എഴുതുമ്പോൾ ആറും ഈ ഒന്നും കാണത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ എടുത്ത് പറയുന്നത് ഹൺഡ്രഡ്സ് കേട്ടോ. മനസ്സിലാക്കി പഠിക്കണേ കുഞ്ഞുങ്ങളെ. മാത്സ് എപ്പോഴും ചാടി കയറി നമ്മൾ അത് ചെയ്തു ഇത് ചെയ്യുന്നതല്ല. മാത്സ് ഇതൊന്നും ആയിരിക്കത്തില്ല പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ ഇത് ബേസ് അറിയാവുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം 247 എന്ന് നമ്മൾ മലയാളം മീഡിയക്കാർ പറയും, ഇംഗ്ലീഷ് മീഡിയക്കാർ 247 എന്ന് പറയും. ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാമെന്ന് വേണേ പറയാം കേട്ടോ. ഇതിനെ നമുക്ക് എങ്ങനെ പറയാം നോക്കിക്കേ. 200 പ്ലസ് ആണ്, 200 പ്ലസ് 4 ടെൻസ് പ്ലസ് 7 വൺസ്. 200 എന്ന് വെച്ചാൽ എന്താണ്, 200 പ്ലസ് 4 ടെൻസ് എന്ന് വെച്ചാൽ 40 പ്ലസ് 7 അല്ലേ. 240ഉം 7 ആകുമ്പോൾ എത്ര, 247. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. ഇങ്ങനെ നമ്മളെ എക്സ്പാൻഡ് എന്ന് വെച്ചാൽ അങ്ങോട്ടുള്ള കണക്കുകളിൽ ഇതൊക്കെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ വൺസും ടെൻസും 100ഉം ഒക്കെ ഒന്ന് അറിയണേ നിങ്ങൾ കേട്ടോ. ഇതെന്താണ്, വൺസ് ലാസ്റ്റിൽ നിന്നാണ് 7, ഇങ്ങനെ അങ്ങോട്ടല്ലേ ചെല്ലുന്നത്, എപ്പോഴും ഓർത്തോണം കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടാണ് 247. ഇത് ഓക്കെ ആണെന്ന് മനസ്സിലാക്കുന്നു കേട്ടോ. മനസ്സിലാക്കണേ 100 കേട്ടോ. ഇനി അടുത്ത ഒരെണ്ണം കൂടെ ഉണ്ടെങ്കിലോ നമുക്ക് ഇവിടെ ഇവിടെ ഇപ്പം ഞാനൊരു 6 തരുവാണെങ്കിൽ 6 അവിടെ എന്താണ്, 1000 ആണ് കേട്ടോ. 6000 ആണ് തരികയാണെങ്കിൽ. അപ്പോൾ ഇവിടെ എന്താ, 6000 പ്ലസ് 200 പ്ലസ് 410 പ്ലസ് 7 അവിടെ വൺസ് ആണ്. വൺസ്, ടെൻസ്, 100, 1000, 10,000, ലാക്ക് എന്നും പറഞ്ഞ് അങ്ങ് പോവും. മനസ്സിലായോ? എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങളെ? ഇതറിയണേ. കാരണം ഇതിനകത്തിൽ എന്താ, ഡെസിമലോ ഒന്നും വന്നിട്ടില്ല. അപ്പം നമുക്ക് വൺസ്, ടെൻസ്, 100 ചെയ്യാൻ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇനി നോക്കിക്കോണേ കുഞ്ഞുങ്ങളെ. ഇപ്പം 4, 7, 8.325 നല്ലപോലെ നോക്കണേ കുഞ്ഞുങ്ങളെ. ഇതിലെ കണക്കുകൾ ടെസ്റ്റിലുണ്ട്. അപ്പം നമുക്ക് ചെയ്യാൻ എളുപ്പം ഒരു എക്സർസൈസ് ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ അറിയണം. അതിന് വേണ്ടി കേട്ടോ. നോക്കിക്കേ, പോയിന്റിന് ലെഫ്റ്റും ഉണ്ട് അല്ലേ, പോയിന്റിൻ്റെ ലെഫ്റ്റും ഉണ്ട്. ഇതൊക്കെ ഞാൻ അറിയാൻ വേണ്ടി ഒന്ന് ഇട്ട് തരുന്ന കേട്ടോ. നിങ്ങളൊന്ന് വിചാരിച്ചിടണ്ട, മനസ്സിലാക്കണം. പോയിന്റിൻ്റെ റൈറ്റുമുണ്ട്, പോയിന്റിന് ലെഫ്റ്റുമുണ്ട്. നല്ലപോലെ അറിയണേ. പോയിന്റിൻ്റെ ലെഫ്റ്റ് ഇതെന്താ കുഞ്ഞുങ്ങളെ, 8 എന്ന് പറയുന്നത് അവിടെ വൺസ് ആണ് കേട്ടോ. ഒന്ന് അറിയണേ, വൺസ്. ഇതെന്ന് പറയുന്നത് എന്താണ്, അവിടെ ടെൻസ് ആണ് കേട്ടോ. ടെൻസ്. ഇതെന്താണ്, 100 ആണ്. 100s എല്ലാം എസ് ഇട്ടു കേട്ടോ. 100s. സംശയമുണ്ടോ? പോയിന്റിൻ്റെ ലെഫ്റ്റ് ആണ്. ലെഫ്റ്റ് ഫസ്റ്റ് എന്താ പോയിന്റ് ഇടുക, അതിൻ്റെ തൊട്ട് ഇടത്ത് വശത്തേത് വൺസ്, ടെൻസ്, 100. ഇനി ഇങ്ങോട്ടുണ്ടെങ്കിൽ 1000, 10,000, ലാക്ക്, 10 ലാക്ക്, ക്രോറ് എന്നും പറഞ്ഞ് ഇങ്ങോട്ട് പോകും. അറിയാമല്ലോ. പോയിന്റിൻ്റെ വലത്ത് വശം നോക്കണേ കുഞ്ഞുങ്ങളെ. ഞാൻ അതിനായത് തന്നെ. പോയിന്റിൻ്റെ വലത്ത് വശത്തെന്ന് വെച്ചാൽ എന്താ അറിയോ, വൺസ് അല്ല കേട്ടോ, 10th കേട്ടോ. എന്താവും നിങ്ങളെ അറിയണേ കേട്ടോ. 10th എന്നാ പറയുന്നത് കേട്ടോ. TENTH 10th കേട്ടോ. 10th 10 അല്ല, ടെൻസ്. അപ്പം നിങ്ങൾ ചോദിച്ചിട്ട് വൺസ് ഇല്ലയോ, പോയിന്റ് കഴിഞ്ഞിട്ട് വൺസ് ഇല്ലയോ? വൺസ് ഇല്ല, ടെൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇതെന്തായിരിക്കും, 100s. ടെൻസ് കഴിഞ്ഞാൽ എന്താണ്, എല്ലാം ഇപ്പം 10 അല്ലേ, അതിൻ്റെ കൂടെ THS ഇത്തൂടെ ഇട്ട് കൊടുക്കണം. ഇത്തെന്ന് വെച്ചാൽ TH കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പം ഇത് ടെൻസ്. 3 എന്ന് പറയുന്നത് ടെൻസ് ആണ്. ടെൻസിൻ്റെ എന്താ, ഇത്ത് TH കൂടെ അങ്ങിട്ട് കൊടുത്താൽ മതി. ടെൻസ് കഴിഞ്ഞാൽ പിന്നെ 100 എന്ന് എഴുതുക, HUNDRED 100 എന്ന് ഇട്ടിട്ട് ഇത്ത് THS കൂടി ഇട്ട് കൊടുക്കുക എന്ന്. ഇപ്പം മനസ്സിലായോ? അപ്പം ഇതെന്താണ്, ഇത് 1000 എന്ന് എഴുതുക, THOUSAND 1000 എന്നിട്ടിട്ട് ഒരു THS കൂടി ഇട്ട് കൊടുക്കുക. വല്ലോ മനസ്സിലായോ? ഈ പടം നല്ലപോലെ നോക്കണേ കുഞ്ഞുങ്ങളെ. പോയിന്റ് ഇടുക, പോയിന്റിൻ്റെ വലത്തോട്ടും പോയിന്റിൻ്റെ ഇടത്തോട്ടും. ഇത് ആദ്യമായതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു തരികയാണ് കേട്ടോ. ഇനി നമ്മൾ ഇടുമ്പോൾ അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് മനസ്സിലാവും. പോയിന്റിൻ്റെ ലെഫ്റ്റ് വൺസ്, ടെൻസ്, 100, 1000, 10,000 എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകും. പക്ഷേ പോയിന്റിൻ്റെ വലത്തോട്ട് പോകുമ്പോൾ തുടങ്ങുന്നത് 10th ടെൻസ് അല്ല, 10th TH ഉണ്ട് കേട്ടോ. ഓർക്കണേ, 10th. 100s അല്ല, 100ths കേട്ടോ. 100th 1000th എന്നും പറഞ്ഞാണ് ഇനി അങ്ങോട്ട് പോകുന്നതെല്ലാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മൾ ഇതിനെ എങ്ങനെ പറയാം കുഞ്ഞുങ്ങളെ? നോക്കിക്കേ, 4 എന്ന് പറയുന്നത് എന്താണ്, അവിടെ 100 ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, 400. നിങ്ങളിങ്ങനെ എഴുതിക്കോ, 400. പിന്നെ പ്ലസ് 7 എന്ന് പറയുന്നത് അവിടെ ടെൻസ്,
പ്ലസ് 8 എന്ന് പറയുന്നത് അവിടെ വൺസ് ആണ്. ഇത്രയും സംശയമുണ്ടോ? 4 എന്ന് പറയുന്നത് അവിടെ 100 ആണ്, 7 എന്ന് പറയുന്നത് അവിടെ ടെൻസ് ആണ്, 8 എന്ന് പറയുന്നത് അവിടെ വൺസ് ആണ്. ഓക്കെ ആണോ? നിങ്ങൾ മനസ്സിലാക്കണേ. പ്ലസ് പോയിന്റ് കണ്ട് ഇതാണ് പ്ലസ്. ഇനി നമ്മൾ അങ്ങോട്ട് നോക്കിയേ, 3 എന്ന് പറയുന്നത് 10th ആണ്. അപ്പം നമ്മൾ എന്താ എഴുതുന്നറിയോ? 3 എന്ന് പറയുന്നത് 10th THS പ്ലസ് 2 എന്ന് പറയുന്നത് അവിടെ എന്താണ്? 100th ഉണ്ട്, UNDREDTHS. ആദ്യത്തെ ഒരു ഇത് കാണും, പിന്നെ ഇതെല്ലാം നമ്മൾ എന്താ എളുപ്പം അങ്ങ് ചെയ്യാൻ പറ്റും കേട്ടോ. ആദ്യത്തെ ഇത് കാണും 1000 എന്ന് എഴുതിയിട്ട് TH കൂടി ഇട്ട് കൊടുത്താൽ മതി. പോയിന്റ് കഴിഞ്ഞ് അങ്ങോട്ട് വരുന്നതിൻ്റെ എല്ലാം THS കേട്ടോ. വൺസ് ഇല്ല, തുടങ്ങുന്നത് 10ലാണ് കേട്ടോ. 10ലാണ് തുടങ്ങുന്നത്. അപ്പോൾ നോക്കിയാൽ 400. അപ്പം നമുക്ക് 4 ഇൻറ്റു എങ്ങനെ വേണമെങ്കിലും എഴുതാം കേട്ടോ. 4 ഇൻറ്റു 100, 7 ഇൻറ്റു ടെൻസ്. ഈ ഇൻറ്റു വന്നെന്താ? 400 എന്ന് വെച്ചാൽ 4 ഇൻറ്റു 100 പ്ലസ് 710 എന്ന് വെച്ചാൽ 7 ഇൻറ്റു 10. ഇത് ഞാൻ ഇച്ചിരി വിശാലമായിട്ട് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. കാരണം ഈ ഒരു വലിയ സംഖ്യ ഞാൻ ഒറ്റ ഇടിക്കിട്ട് അങ്ങ് തന്നതാണ്. അപ്പം നിങ്ങൾക്ക് ആ തെറ്റ് പറ്റാതിരിക്കാം. 1s 10s 100 എന്ന് ഇങ്ങോട്ട് പോകും, 10th 100 1000 10,000 ലാക്കെന്നും പറഞ്ഞ് അങ്ങോട്ട് പോകും. എല്ലാത്തിനും എന്ത് കൊടുക്കുക? TH ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം ഇവിടെ നോക്കിയാൽ 4 എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ 4 ഇൻറ്റു 100, 7 10s 7 ഇൻറ്റു 10 പ്ലസ് 8 ഇൻറ്റു 1 കേട്ടോ. പ്ലസ് ഈ ആ നോക്കണേ നിങ്ങളെ 310 എന്ന് നമ്മൾ എങ്ങനെ എഴുതുന്നത്? 10th എന്നെങ്ങനെ എഴുതുന്നത്? 3 എഴുതിയിട്ട് ഇൻറ്റു 1/10 കേട്ടോ. ഇങ്ങനെ എഴുതണം കേട്ടോ. 10th എന്ന് എഴുതുന്നത് ഇങ്ങനെ 1/10 പ്ലസ് 200. അപ്പോൾ എങ്ങനെ എഴുതും? 200th എന്നാണ്. 2 ഇൻറ്റു 1/100 കണ്ടോ. 1/100 പ്ലസ് അടുത്ത ഏതാ? 5 ഇൻറ്റു 1/1000. ഇതിൻ്റെ ഒരു എളുപ്പവഴി ഉണ്ടോ നിങ്ങൾ? ഇങ്ങനെ നോക്കിയേ, ഇത് വൺസ് അല്ലേ, ഇത് ടെൻസ്, ഇത് ഹൺഡ്രഡ്സ്. അങ്ങോട്ട് നമ്മൾ എഴുതി നോക്കിയേ 1s 10s 100 1000 എന്ന് പറഞ്ഞാൽ അങ്ങോട്ട്. ഇവിടെ നോക്കിയേ 10, 1 0 2 0 3 0 4 0 എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഓരോ പൂജ്യവും കൂടിക്കൊണ്ടും ഇരിക്കും. ആദ്യമേ ഒക്കെ കാണുമ്പോൾ എന്തൊക്കെയോ ഈ സംഭവങ്ങൾ ഇവിടെ നടക്കുന്നു, അയ്യോ ഞങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ തോന്നാം. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കുഞ്ഞുങ്ങളെ. നമ്മൾ ആദ്യമേ സംഖ്യകൾ നോക്കുക. ഇതൊരു എളുപ്പവഴിക്ക് ഞാൻ പറഞ്ഞതാണ്. എന്താ? ഡെസിമൽ അല്ലെ പോയിന്റ് അല്ലേ, ഡെസിമൽ അല്ലെ ദശാംശം ഇട്ടതിന് ഇവിടുന്ന് അങ്ങോട്ട് ഒരു ആരോ മാർക്ക് ഒന്ന് അറിയാൻ വേണ്ടി, ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു ആരോ മാർക്ക് അറിയാൻ വേണ്ടിയാണ് കുഞ്ഞുങ്ങളെ. ഇങ്ങനെ ഒന്നും അല്ല, എന്നാലും നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ്. പോയിന്റിൻ്റെ അല്ലെ ഡെസിമലിൻ്റെ തൊട്ട് ലെഫ്റ്റ് 1s 10s 100 ആണ്. പോയിന്റിൻ്റെ റൈറ്റ് വലത്ത് വശത്ത് 10th 100th 1000 എല്ലാത്തിൻ്റെയും കൂടെ THും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. THS ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഇനി അതിനെ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? 400 അല്ലേ, 100s എഴുതിക്കോ, S 7 10s 1s അല്ലേ, 1s 10s 100. ഇതിപ്പോൾ നമ്മൾ ഈ എഴുതിയേക്കുന്നത് ഇവിടോട്ട് നിരത്തി സംഖ്യകൾ പറക്കി എഴുതിയെന്നേ ഉള്ളൂ. അതിനെ നമ്മൾ ന്യൂമറിക്കൽ നമ്പർ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാം കേട്ടോ. മനസ്സിലായോ? പിന്നെ നമുക്ക് ടെസ്റ്റിലെ ഓരോ ചോദ്യവും നമുക്കിനി നോക്കാം. ഇത്രയും ബേസ് ഓർമ്മയുണ്ടോ നിങ്ങളെ? ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഒരു ഇതുകൂടെ പറയാം. അതുകൂടെ പറഞ്ഞിട്ട് ടെസ്റ്റിലേ ചെയ്യാം. ഇപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ, നമ്മുടെ 4/10 കണ്ടോ. ഇത് നമുക്ക് ഫ്രാക്ഷനിലാണ് ഇത് തന്നിരിക്കുന്നത് അല്ലേ. ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ ഭാഗിക്കാനാണ് തന്നിരിക്കുന്നത്. നോക്കിയേ, ഇത് നമ്മൾ എന്താ, ഇത് ന്യൂമറേറ്ററുമാണ് നമ്മൾ പഠിച്ചതാ. ന്യൂമറേറ്റർ ഇതൊക്കെ എന്തിനാണ് ഇവിടെ പറയുന്നതെന്നല്ലേ. ഇതൊക്കെ നമ്മുടെ കണക്കിൽ ഇപ്പോൾ ചെയ്യാനുണ്ട് കേട്ടോ. അംശം, ന്യൂമറേറ്റർ അല്ലെങ്കിൽ അംശം ബൈ ഡിനോമിനേറ്റർ. വരയ്ക്ക് താഴെ കിടക്കുന്നത് ഡിനോമിനേറ്റർ. ഡിനോമിനേറ്റർ എന്ന് വെച്ചാൽ ഛേദം, അംശവും ഛേദവും. ഇതെന്തിനാണ് ഇപ്പോൾ ഇവിടെ പറയുന്നതെന്നല്ലേ. ഇതൊന്നും അറിയാൻ വേണ്ടി നോക്കൂ നിങ്ങളെ. 4/10 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്രാക്ഷനിൽ അല്ലെങ്കിൽ ഭാഗിക്കാൻ നമുക്ക് തന്നിരിക്കുക അല്ലേ. അപ്പം ഇത് ഫ്രാക്ഷനിൽ തന്നിരിക്കുന്നതിനെ ഡെസിമലിലോട്ട് നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റുമെന്നാണ്. ഫ്രാക്ഷനിൽ തന്നിരിക്കുന്നതിനെ ഡെസിമലിലോട്ട് നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? നമ്മുടെ ടെസ്റ്റിലെ കണക്കുകൾ ഇങ്ങനെയാണ്. ഒറ്റയടിക്ക് നിങ്ങൾക്ക് ആ ടെസ്റ്റിൻ്റെ ഫസ്റ്റ് പേജ് കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവത്തില്ല. അതിനറിയാൻ വേണ്ടിയാണ് ഇതെല്ലാം ഞാൻ പറഞ്ഞു തരുന്നത്. ഇപ്പം ആ ന്യൂമറേറ്റർ അല്ലെങ്കിൽ അംശത്തിനെ അതുപോലെ അങ്ങ് എഴുതി വെക്കണം. എന്ത് സംഖ്യയോ ആയിക്കോട്ടെ, അംശം അല്ലെങ്കിൽ ന്യൂമറേറ്ററിനെ നിങ്ങൾ അതുപോലെ അങ്ങ് എഴുതി വെക്കുക. ഒരു മാറ്റമില്ല, എന്താണോ തരുന്നത് അതുപോലെ എഴുതി വെക്കുക കേട്ടോ. അത് നമ്മുടെ 4 ആണ് കണ്ടല്ലോ, വേറെ ഒന്നുമില്ല, 4 ആണ്. ഇനി താഴെ എത്ര 0 ഉണ്ടെന്ന് നോക്കുക. ഒറ്റ 0യേ ഉള്ളൂ അല്ലേ. ഒറ്റ 0 ഉള്ളതുകൊണ്ട് ഒരു സ്ഥാനം മാത്രം മാറ്റി കുത്തിടുക. പോയിന്റ്
മനസ്സിലായോ? ഒരു പൂജ്യം ഉള്ളത് കൊണ്ട് ഒരു സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിടുക. അപ്പോൾ എന്താ, പിന്നെ നമ്മൾ എപ്പോഴും ഒരു ആൻസർ എഴുതുമ്പോൾ പോയിന്റിൽ തുടങ്ങത്തില്ല, അതിന് ഒരു പൂജ്യം ഇട്ട് കൊടുത്തോ കേട്ടോ. ഇതാണ് ആൻസർ വരുന്നത്. മനസ്സിലായോ? വേണമെങ്കിൽ ഒരെണ്ണം കൂടെ ഞാൻ പറയാം. ഇപ്പം 4/100. 4 ഇതെന്താവും നിങ്ങളെ ഇവിടെ വരെ ഓർക്കണേ, ഇത് 4/10 എന്ന് വെച്ച് കഴിഞ്ഞാൽ അംശം അല്ലെങ്കിൽ ന്യൂമറേറ്ററിനെ അതുപോലെ എഴുതുക. ഒരു പൂജ്യമായിട്ട് ഒരു സ്ഥാനം ലെഫ്റ്റിലോട്ട് കേട്ടോ, ലെഫ്റ്റിലോട്ടാണ്, ഇടത്തോട്ട് മാറ്റി. ഇത് ചെയ്യുമ്പോഴെല്ലാവരും തോന്നുന്നിടത്തോട്ടാണ് പോകുന്നത്, അങ്ങനെ പോകരുത്. നമ്മുടെ കൈ എങ്ങോട്ടാണോ ഇരിക്കുന്നത് അവിടുന്ന് ഇങ്ങോട്ട് കേട്ടോ, ഇടത്തോട്ട്, ഇടത്തെ കൈയിലോട്ട് പോകണം കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയേ, നമ്മൾ പറഞ്ഞ രീതി അനുസരിച്ച് ന്യൂമറേറ്ററിനെ അതുപോലെ അല്ലെ അംശത്തിനെ അതുപോലെ എഴുതി വെക്കുക. അംശം ഇവിടെ 4 അല്ലേ, 4നെ അതുപോലെ എഴുതി വെക്കുക. താഴെ നോക്കൂ നിങ്ങളെ, 2 0 ഉണ്ട്. അപ്പോൾ 2 സ്ഥാനം മാറ്റിയേ കുത്തിടാൻ പറ്റത്തുള്ളൂ. എത്ര പൂജ്യം വരുന്നോ അത്രയും സ്ഥാനം മാറ്റിയാണ് കുത്തിടേണ്ടത്. ഇവിടെ നമുക്ക് 2 പൂജ്യം വന്നുകൊണ്ട് 2 സ്ഥാനം മാറ്റി കുത്തിടണം. നോക്കൂ നിങ്ങൾ, ഇവിടെ 2 സ്ഥാനം ഉണ്ടോ? ഇല്ല, 1 ഉള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യുമോ, ഒരു പൂജ്യവും കൂടി ഇട്ട് കൊടുത്താൽ 2 സ്ഥാനം വരത്തില്ലയോ? നോക്കിയേ, ഒരു പൂജ്യം കൂടി ഇട്ട് കൊടുത്തപ്പം 2 സ്ഥാനം വന്നു. അപ്പം നമ്മൾ 2 സ്ഥാനം കഴിഞ്ഞ് കുത്തിട്ട് കൊടുത്തു. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാം, ഒരിക്കലും നമ്മുടെ ഒരു ആൻസർ, ഇത് നമ്മുടെ ആൻസറാണ് അല്ലേ, ഈ ആൻസർ ഒരിക്കലും പോയിന്റ് എന്ന് പറഞ്ഞ് തുടങ്ങത്തില്ല നിങ്ങളെ. അപ്പം നിങ്ങളവിടെ ഒരു പൂജ്യം ഇട്ട് കൊടുക്കണം കേട്ടോ. എപ്പോൾ ഏത് ക്വസ്റ്റ്യൻ ആൻസർ എഴുതുമ്പോഴും ഒരിക്കലും പോയിന്റിൽ തുടങ്ങി എഴുതത്തില്ല കേട്ടോ. അപ്പോൾ ഒരു പൂജ്യം ഇട്ട് കൊടുത്തേക്കണം. അങ്ങനെയൊക്കെ ഒരെണ്ണം കൂടെ ഞാൻ പറയാം നിങ്ങളെ, 4/1000 ആയിക്കോട്ടെ, 3 പൂജ്യം വന്നോട്ടെ. നമ്മൾ എന്ത് ചെയ്യണം, ന്യൂമറേറ്ററിനെ അതുപോലെ എഴുതുക, അംശത്തിനെ അതുപോലെ എഴുതുക. എത്ര പൂജ്യം? 1 2 3. അപ്പം 3 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിടണം. പക്ഷേ ഇവിടെ 1 ഉള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകൂടി ഇട്ട് കൊടുത്തപ്പോൾ 2 എണ്ണമായി, ഒന്നുകൂടി ഇട്ട് കൊടുത്തപ്പോൾ 3 എണ്ണമായി. 3 പൂജ്യം 3 എണ്ണമായി അല്ലേ, 1 2 3 3 എണ്ണം കഴിഞ്ഞ് കുത്തിട്ടു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ആൻസർ. പക്ഷേ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ, തുടക്കം ഒരിക്കലും പോയിന്റിൽ വരികയാണെങ്കിൽ എന്താ, ഒരു പൂജ്യം ഇട്ട് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. ഓക്കെ ആണോ നിങ്ങളെ? ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മൾ ഈ ഒരു സംഖ്യ മാത്രം വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ സംശയം വരത്തില്ലയോ നിങ്ങളെ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പം 16/10 എന്ന് ഞാൻ തരിക. നമ്മൾ പറഞ്ഞ രീതി പോലെ തന്നെ കുഞ്ഞുങ്ങളെ എന്താ, ഫസ്റ്റ് അതായത് ന്യൂമറേറ്റർ അല്ലെങ്കിൽ അംശത്തിനെ അതുപോലെ അങ്ങ് എഴുതണം. 16 അല്ലേ അവിടുത്തെ ന്യൂമറേറ്റർ അല്ലെങ്കിൽ അംശം ആണ്. അതിന് താഴെ എത്ര പൂജ്യമുണ്ട്? 1. അപ്പോൾ ഒരു സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിടണം. ഇവിടെ ഒരു സ്ഥാനം ഇതല്ലേ, കണ്ടോ, ഒരു സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിട്ടു. മനസ്സിലായോ? ഇനി ആ 16നെ ഞാൻ 100 വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ ന്യൂമറേറ്ററിനെ അല്ലെ അംശത്തിനെ അതുപോലെ എഴുതുക. 16 അല്ലേ, ആ മേളിൽ തരുന്നതാണ് ന്യൂമറേറ്റർ, വരയ്ക്ക് മുകളിൽ തരുന്ന ന്യൂമറേറ്റർ അല്ലെങ്കിൽ അംശം, അതിനെ അതുപോലെ അങ്ങ് എഴുതി വെക്കുക. താഴെ എത്ര 0 ഉണ്ട്? 2 0. അപ്പോൾ 2 സ്ഥാനം നമ്മൾ മാറ്റണം. 1 2 2 സ്ഥാനം മാറ്റി കുത്തിട്ടു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ആൻസർ. അപ്പം നമ്മൾ നോക്കിക്കേ, പോയിന്റിലാണ് തുടങ്ങിയത്. പോയിന്റിൽ തുടങ്ങിയാൽ ലെഫ്റ്റിൽ ഒരു പൂജ്യം ഇട്ട് കൊടുക്കണം. ആദ്യം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ എന്തൊക്കെയോ സംഭവങ്ങൾ ഇവിടെ നടക്കുന്നു. 2 3 എണ്ണം ചെയ്യുമ്പോൾ ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അതൊന്ന് മനസ്സിലാക്കണേ നിങ്ങൾ കേട്ടോ. പിന്നെ അടുത്ത നോക്കൂ നിങ്ങളെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പം 247/10 തന്നു. കണ്ടോ, ന്യൂമറേറ്ററിനെ അതുപോലെ എഴുതണേ കുഞ്ഞുങ്ങളെ. 2 4 7 അതുപോലെ എഴുതി. ഇവിടെ ഒരു പൂജ്യമേ ഉള്ളൂ. അപ്പോൾ ഒരു സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിട്ടു. ഇപ്പോൾ പിടികിട്ടി കാണും അല്ലേ? ഒരു സ്ഥാനം ലെഫ്റ്റ് എന്ന് വെച്ചാൽ ഇങ്ങോട്ടാണ്, ഇവിടുന്ന് അങ്ങോട്ടേ പോവല്ലേ കേട്ടോ. അടുത്ത ഇപ്പം 376 8 9 വലിയ സംഖ്യയൊക്കെ ആയിക്കോട്ടെ, ഇനി ആ ഡൗട്ട് വേണ്ട. 100 വെച്ച് ചെയ്യുക എന്ന് വിചാരിച്ചു. നമ്മൾ ആ ന്യൂമറേറ്റർ അല്ലെങ്കിൽ അംശത്തിനെ അതുപോലെ എഴുതണം കേട്ടോ. 6 8 9 കണ്ടോ, 3 7 6 8 9. ഇനി എത്ര പൂജ്യമുണ്ട്? 2 പൂജ്യം. അപ്പം 2 ഇവിടുന്ന് അങ്ങോട്ടല്ല, ഞാൻ ഒത്തിരി വട്ടം പറഞ്ഞു, ഇവിടെ ലാസ്റ്റിൽ നിന്നും ഫസ്റ്റിലോട്ടാണ് എടുക്കേണ്ടത് കേട്ടോ. തിരിഞ്ഞു പോലെ നിങ്ങൾ ഇനി ഞാൻ പറയുന്നില്ല, ഇതൂടെ പറയുന്നുള്ളൂ. ഒരു ഫ്രാക്ഷനിൽ തരുന്നതിനെ ഡെസിമലിലോട്ട് എങ്ങനെ മാറ്റുമെന്നാണ് പറയുന്നത്. കാരണം ഇതറിയാമെങ്കിലേ നമുക്ക് ഇതെന്തിനാ ആദ്യം ഇപ്പം ഇതിനകത്ത് ഞങ്ങളുടെ ഫസ്റ്റ് പേജിൽ അതില്ലല്ലോ എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ ഇതറിയാമെങ്കിലേ ഇനി അങ്ങോട്ട് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് പറഞ്ഞതാ, എന്താ, ന്യൂമറേറ്റർ അല്ലെങ്കിൽ അംശത്തിനെ അതുപോലെ എഴുതുക. താഴെ 2 പൂജ്യമുണ്ട്, 2 സ്ഥാനം ലെഫ്റ്റ്, 1 2 2 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിടുക. ഇത്രയേ ഉള്ളൂ. ഇത്രയും ഓക്കെ ആണോ? ആണെങ്കിൽ നമുക്കിനി ടെസ്റ്റിലെ പഠിക്കാം. ഇതൊന്നും നല്ലപോലെ അറിയത്തില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഈ പറഞ്ഞതെല്ലാം ഒന്നും കൂടി ഒന്ന് കേൾക്കണം കുഞ്ഞുങ്ങളെ കേട്ടോ. എങ്കിലേ നമുക്ക് ആ ഡെസിമൽ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ കേട്ടോ. നമുക്കപ്പോൾ ടെസ്റ്റിലെ നോക്കാം.
അപ്പോൾ നമ്മുടെ ടെസ്റ്റ് ഡെസിമൽ ഫോം എന്നാണ് കാണാൻ പറ്റുന്നുണ്ടല്ലോ കുഞ്ഞുങ്ങളെ. ഇതിനകത്ത് നോക്കിക്കേ, ഇതിനകത്ത് വലുതായിട്ടൊന്നുമില്ല. നോക്കിക്കേ, ഫോർ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ദ ലെങ്ത് ഓഫ് എ പെൻസിൽ ക്യാൻ ബി സെഡ് ഇൻ ഡിഫറൻറ്റ് വേസ്. ഒരു പെൻസിലിൻ്റെ നീളം നാണ്ട് ഇവിടെ ഒരു പയ്യൻസിരുന്ന് അളന്ന് നോക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട് 5 സെൻറ്റിമീറ്റർ 7 മില്ലിമീറ്റർ എന്ന് പറയുന്നുണ്ട്. ഇത്ര കുഞ്ഞുങ്ങളെ, ഫസ്റ്റ് നമ്മുടെ ടെസ്റ്റിലെ ഒന്നാമത്തെയാണ് 5 സെൻറ്റിമീറ്റർ എത്ര 7 മില്ലിമീറ്റർ mm അല്ലേ, ഇതാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 7 മില്ലിമീറ്റർ. ഈ മില്ലിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറ്റില്ല, മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/10 ആണ് കേട്ടോ. 1/10 ആണ് കേട്ടോ. അതൊക്കെ നിങ്ങൾ ഇനി അറിയത്തില്ലേ, വിട്ടേരെ. അപ്പോൾ നമ്മൾ ഈ 5 സെൻറ്റിമീറ്റർ 5 7 mm എന്ന് നിങ്ങൾ എവിടെ കണ്ടാലും ഉണ്ടല്ലോ, ആ ക്ലൂ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. mm എന്ന് വെച്ചാൽ 10 താഴെ കൊടുത്തോണം കേട്ടോ. ഈ ക്ലൂ ഒക്കെ അത് ഓർത്ത് വെച്ചാൽ mm. അപ്പോൾ എത്ര, ഈ 7നെ അതുപോലെ എഴുതുക. mm എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ 10 ആണ് കേട്ടോ. അപ്പോൾ 5 7/10 എന്നാണ് നമുക്ക് വരുന്നത്. എന്താണ് 5 സെൻറ്റിമീറ്റർ 7 mm എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 5 7/10 എവിടുന്നാണ് വന്നതെന്ന് ഓർത്തോണം. mm കേട്ടോ. mm എന്ന് വെച്ചാൽ മില്ലിമീറ്റർ ആണ്. 1/10 ആണ് കേട്ടോ. ഒരു സെൻറ്റിമീറ്ററും മില്ലിമീറ്ററും ഒക്കെ അറിയാവും നിങ്ങളെ. നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കാം. ഇപ്പം നിങ്ങൾ mm മില്ലിമീറ്റർ എന്ന് കേട്ട് കഴിഞ്ഞാൽ 10 ഏതാണോ തരുന്നത് അതിൻ്റെ അടി ഒരു 10 കേട്ടോ. ഇനി വിശദമായിട്ട് നമുക്ക് അങ്ങോട്ട് പഠിക്കാനുണ്ട്. ഇപ്പം ഞാനിത് കാരണം ഒരുപാട് നിങ്ങളോട് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ പുകഞ്ഞു പോകും കേട്ടോ. എം എന്ന് കേട്ട് കഴിഞ്ഞാൽ താഴെ 10, ഏതാ ഡിനോമിനേറ്റർ 10, ഛേദം 10 കേട്ടോ. അപ്പോൾ നോക്കിയേ 5 7/10 എന്ന് കിട്ടി. നമുക്കറിയാം, മുമ്പ് നമ്മൾ പറഞ്ഞു 7/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം കുഞ്ഞുങ്ങളെ. 7/10 എന്ന് പറഞ്ഞാൽ മുമ്പ് നമ്മൾ എഴുതിയതാ അല്ലേ, ന്യൂമറേറ്റർ, അതായത് വരയ്ക്ക് മുകളിൽ കിടക്കുന്നതിനെയാണ് ഈ ന്യൂമറേറ്റർ അംശം എന്ന് പറയുന്നത്. അതിനെ അതുപോലെ എഴുതുക. മുമ്പ് പഠിച്ചത് കൊണ്ടുള്ള പ്രയോജനം ഇനി അറിയാൻ പോകുന്നത് കേട്ടോ. വരയ്ക്ക് മുകളിൽ കിടക്കുന്നതൊക്കെ 7/10. 5നെ അവിടെ നിർത്ത്, ഒന്നും ചെയ്യണ്ട. 7/10 എന്നുള്ളതിനെ ഈ 7 അതുപോലെ എഴുതി വെക്കുക കേട്ടോ. എന്നിട്ട് ഒരു 0 ആയിട്ട് ഒരു സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിടുക. കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് എന്താ 7/10 ആൻസർ വരുന്നത് കേട്ടോ. ഇനി നോക്കിയേ, ഇത് 7/10 മാത്രം ഞാൻ എടുത്ത് കാണിച്ചതാണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 5 കേട്ടോ. 5 പോയിന്റ്, ഈ 5നെ അതുപോലെ എഴുതുക. പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ ഏതാ 7 ആണ് കേട്ടോ. 5.7 cm. ഇവിടെ cm അല്ലേ, അപ്പോൾ ഇതിനെ mm-നെ cm-ലോട്ട് മാറ്റിയതാണ് കേട്ടോ. മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റിയതാണ്. വല്ലോ മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ഇപ്പോൾ 5 സെൻറ്റിമീറ്റർ എന്നാണ് നമ്മുടെ ടെസ്റ്റിലെ ഒരു ചോദ്യം കേട്ടോ. 5 സെൻറ്റിമീറ്റർ, സ്കൂളിൽ പോകാൻ പറ്റാത്തവർക്കൊക്കെ ഇത് കേട്ട് പഠിച്ചോണ്ടോ കുഞ്ഞുങ്ങളെ. 5 സെൻറ്റിമീറ്റർ, ആ 5നെ അതുപോലെ അങ്ങ് എഴുതുക. 7 mm-നെ നമ്മൾ എന്തോ ആക്കണം, സെൻറ്റിമീറ്ററിലോട്ട് മാറ്റണം. അപ്പോൾ അത് എന്താ 1/10 ആണ് വരുന്നത് കേട്ടോ. 1/10. അപ്പോൾ ഇവിടെ 7 ഉണ്ട് ഓൾറെഡി. ആ 1ൻ്റെ അവിടെ 7 കൊടുക്കണം. mm എന്ന് കേട്ടാൽ 10 എന്നാണ് ഓർത്തോണം. അപ്പോൾ നമുക്ക് 5 7/10 എന്ന് കിട്ടും കേട്ടോ. 5 7/10 എന്ന് കിട്ടും. ഈ 7/10 എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മുകളിൽ കുറേ ചെയ്തു അല്ലേ. എന്താ ന്യൂമറേറ്റർ അല്ലെങ്കിൽ അംശത്തെ അതുപോലെ എഴുതുക. ഒരു 0 ആയതുകൊണ്ട് ഒരു സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിടുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ അതെന്താ 5നെ അതുപോലെ എഴുതിയിട്ട് പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ ആരാ 7 ആണ്. അപ്പോൾ 7 സെൻറ്റിമീറ്റർ കേട്ടോ. മനസ്സിലായോ? അങ്ങനെ കുറേ കണക്കുകൾ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണം കൂടെ നോക്കാം. നോക്കിയേ 4.29 എന്ന് കൊടുത്തിട്ടുണ്ട്. 4.29 ഇവിടെ നോക്കിയേ 4.29 അല്ലേ. അപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ 2 സംഖ്യയല്ലേ വന്നത്. ഈ ഡെസിമലിലാണ് ഇത് തന്നിരിക്കുന്നത്. നമ്മൾ ഈ ചെയ്തതെല്ലാം ഫ്രാക്ഷനിൽ തന്നതിനെ ഡെസിമലിലോട്ട് മാറ്റി ചെയ്തായിരുന്നു അല്ലേ. ഇപ്പം ഇത് നോക്കിക്കേ, ഇത് ഡെസിമലിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിനെ നമുക്ക് ഫ്രാക്ഷനിലോട്ട് മാറ്റാം. എന്തോ ചെയ്താൽ മതി നിങ്ങളെ, ഈ ചോദ്യത്തിനെ നിങ്ങൾ അതുപോലെ അങ്ങ് എഴുതി വെച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ എഴുതാം 429. ഇതിനെ ഡെസിമൽ മാറ്റിയിട്ട് അതുപോലെ എഴുതിയിട്ട് നോക്കിയേ പോയിന്റ് കഴിഞ്ഞിട്ട് 2 എണ്ണം. അപ്പോൾ എങ്ങനെയാ 2 0. മനസ്സിലാവുന്നുണ്ടോ? പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനം വന്ന് 1 2. അപ്പോൾ 2 0 വരുന്നത് 100. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം കുഞ്ഞുങ്ങളെ? ഈ നോക്കിയേ 2 0 ഉണ്ട്, 2 സ്ഥാനം മാറ്റി. ഇതിനെ നമുക്ക് 429/100 ഇങ്ങനെയും എഴുതാം. മനസ്സിലായോ? ഇങ്ങനെ എഴുതിയാലും ശരിയാ കേട്ടോ. 4.29 ഇങ്ങനെ എഴുതാം. ഈ എന്താ ഇത് 4.29 എന്നുള്ളതിനെ ഇങ്ങനെ എഴുതിയാലും ശരിയാ. ഇനി 400 ഇത് എന്താ 4 ലെഫ്റ്റിൽ കൊടുത്തിട്ട് 29/100 എന്ന് എഴുതിയാലും ശരിയാ കേട്ടോ. ടെസ്റ്റിലെ കണക്കുകളാണ് ഇതെല്ലാം. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ആ എക്സ്പാൻഡഡ് ഫോം ഒക്കെ പഠിച്ചതാണ്.
അടുത്തത് ടെസ്റ്റിൽ ചെയ്തിട്ടേക്കുന്ന കണക്കാണ് കേട്ടോ, എക്സസൈസ് അല്ല, ചെയ്തിട്ടിരിക്കുന്ന കണക്ക് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞതാണ്. അല്ലെങ്കിൽ എക്സസൈസ് മാത്രം ആദ്യം ചെയ്തങ്ങ് പോയാലും മതിയായിരുന്നു. പക്ഷേ എന്താണെന്ന് നിങ്ങൾക്കൊന്നും അറിയണ്ടേ. 247.3 ഇതിനെ നമുക്ക് എങ്ങനെ വൺസും ടെൻസും ഒക്കെ ആയിട്ട് മാറ്റാം എന്നാണ് നമ്മുടെ ടെസ്റ്റിൽ ചോദിച്ചിരിക്കുന്നത്. അതിന് മുമ്പേ നമ്മൾ കുറേ പഠിച്ചതാണ് അല്ലേ. പോയിന്റിന് ലെഫ്റ്റിലോട്ടും പോയിന്റിൻ്റെ റൈറ്റിലോട്ടും നമ്മൾ പഠിച്ചതാണ് അല്ലേ. പോയിന്റിൻ്റെ ലെഫ്റ്റ് നോക്കൂ നിങ്ങൾ, എത്ര? വൺസ്, ടെൻസ്, 100. ഏതാ? 200, 200s പ്ലസ് 4 10s പ്ലസ് 7 1s പ്ലസ് പോയിന്റ് കഴിഞ്ഞിട്ട് നോക്കിയേ 3 വന്നത്. 3 നോക്കിയേ, നമ്മൾ പറഞ്ഞു പോയിന്റ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് വരുന്നത് 10th ആണ് കേട്ടോ. അപ്പോൾ എങ്ങനെ എഴുതാം? 3 10s കേട്ടോ. അതായത് 2 100കൾ. മലയാളം മീഡിയക്കാരോടെ കേട്ടോണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് മൊത്തം ഇംഗ്ലീഷ്. 100 എന്ന് വെച്ചാൽ 100 ടെൻസ് എന്ന് വെച്ചാൽ 10 അറിയാം. ഇതിനകത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? 2 100കളും 4 10കളും 7 1കളും 3 10കളും അല്ലേ. 3 10th അല്ലേ, 10കൾ അല്ലേ ഇവിടെ ചേരുന്ന. അതിന് നമുക്ക് അത് വൃത്തിയായിട്ട് ഇനി താപ്പോട്ട് എഴുതി നോക്കിയേ. 200 2 × 100 ഇങ്ങനെ എഴുതുന്നതും ശരിയാട്ടോ. 4 10s 4 × 10s പ്ലസ് 7 × 1 പ്ലസ് 3 × 1/10 നമ്മൾ മുമ്പ് പറഞ്ഞ രീതിയിൽ ഇങ്ങനെയും എഴുതാം കേട്ടോ. 200s 2 × 100s കേട്ടോ, ഇങ്ങനെയും എഴുതാം. അങ്ങനെയെങ്കിൽ അടുത്ത നോക്കൂ, 247.39 അതിനെ നമുക്ക് എങ്ങനെ എഴുതാം നോക്കിയേ. ടെസ്റ്റ് ഇതിനകത്തിൽ എഴുതിയിട്ടില്ലെന്ന് തോന്നുന്നു. ഇതിനകത്ത് എങ്ങനെ എഴുതാം നോക്കിയേ. പോയിന്റ് കഴിഞ്ഞ് 1s 10s 100. അപ്പോൾ എങ്ങനെ എഴുതാം? 200s പ്ലസ് 4 10s പ്ലസ് 7 1s പ്ലസ് ബാക്കി താഴെ എഴുതാമേ 3 10th. പോയിന്റ് കഴിഞ്ഞ് വരുന്നതിനെല്ലാം ഇത്ത് കൊടുക്കണം കേട്ടോ. THS ഇത്ത്. പോയിന്റ് കഴിഞ്ഞിട്ട് ഏത് സംഖ്യ വരുന്നതും 10s 100 1000ൻ്റെ എല്ലാം TH കൊടുക്കണം കേട്ടോ. പ്ലസ് 9 100s HUNDRED 100s 100 കൊടുത്തിട്ട് THS 100s. അപ്പോൾ അതിനെ എങ്ങനെ എഴുതാം നമുക്ക് വേണേ ഒന്നുകൂടി. 2 × 100 പ്ലസ് 4 × 10 പ്ലസ് 7 × 1 പ്ലസ് 3 × 1/10 പ്ലസ് 9 × 1/100 ഇങ്ങനെ എഴുതിയാൽ ശരിയാണ് കേട്ടോ. ന്യൂമറിക്കൽ ഫോം, എക്സ്പാൻഡഡ് ഫോം എന്നൊക്കെ വേണം ഇതിനെ പറയാം. എക്സ്പാൻഡ് ചെയ്യുക, കുറച്ചുകൂടെ വിശദീകരിച്ച് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാം കേട്ടോ. എങ്ങനെ ഇനി ഇത് മലയാളം മീഡിയക്കാർക്ക് എങ്ങനെ എഴുതാം നിങ്ങളെ? വൺസും ടെൻസും ഒക്കെ അതിൻ്റെ നമ്മൾ എക്സർസൈസ് ചെയ്യുമ്പോൾ ഇതിപ്പോൾ നിങ്ങൾ ടെസ്റ്റിൽ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നമുക്ക് ആ ടെസ്റ്റിലെ പേജ് നമ്പർ 69ൻ്റെ കണക്ക് ചെയ്യാം. അതിനകത്ത് തന്നിട്ടുണ്ട് കേട്ടോ. സ്പ്ലിറ്റ് ദ നമ്പേഴ്സ്, സ്പ്ലിറ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. സ്പ്ലിറ്റ്, എക്സ്പാൻഡ് അല്ല, നിങ്ങൾക്ക് സ്പ്ലിറ്റ് എന്നാണ് പറഞ്ഞത് കേട്ടോ. സ്പ്ലിറ്റ് ദ CBSEക്കാണ് എക്സ്പാൻഡഡ് ഫോം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സ്പ്ലിറ്റ് ദ നമ്പേഴ്സ് ബിലോ, അതായത് പ്ലേസ് വാല്യൂ എഴുതാൻ. സ്ഥാനവില, പ്ലേസ് വാല്യൂ എന്ന് വെച്ചാൽ മലയാളം എന്താവും നിങ്ങളെ? സ്ഥാനവിലയെന്നാണ് കേട്ടോ. പ്ലേസ് വാല്യൂ മനസ്സിലാക്കണേ. സ്ഥാനവില ഇത് മലയാളം മീഡിയക്കാർക്ക് മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? 100 എന്ന് വെച്ചാൽ 100 അല്ലേ. 100 10 1 അല്ലേ, ഇത് മനസ്സിലാവുന്നുണ്ടല്ലോ. അത് ഞാൻ ഇപ്പോൾ ഒന്നുകൂടെ കാണിക്കാം. നോക്കണേ, നമ്മുടെ ഒന്നാമത്തെ ചോദ്യം നോക്കിയേ. 4 പോയിന്റ്. ഇത് നിങ്ങൾക്ക് മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം നോക്കണേ. ഇപ്പോൾ ഒന്നാമത്തെ ചോദ്യം 4.5 എന്നാണ്. ഇവിടെ മുതലാണ് നിങ്ങൾക്ക് നല്ലപോലെ അറിയണം. എന്നാൽ മറ്റേത് അറിഞ്ഞെങ്കിലേ ഇത് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. എക്സർസൈസ് ആണേ. 4.5 നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ മുമ്പ് പറഞ്ഞ രീതിയിൽ പോയിന്റിൻ്റെ ലെഫ്റ്റും പോയിന്റിൻ്റെ റൈറ്റും വെച്ച് നമുക്ക് ചെയ്യാം. പോയിന്റിൻ്റെ ലെഫ്റ്റിൽ ഒരെണ്ണേ ഉള്ളൂ. ഏതാ? 4 1s ഒരെണ്ണേ ഉള്ളൂ അല്ലേ. പ്ലസ് പോയിന്റിൻ്റെ വലത്തുവശത്തും ഒരെണ്ണേ ഉള്ളൂ. അതേതാ? 5. പോയിന്റ് കഴിഞ്ഞിട്ട് 10th ആണ് തുടങ്ങുന്നത്. 10s. പോയിന്റിൻ്റെ ലെഫ്റ്റ് 1s, പോയിന്റിൻ്റെ റൈറ്റ് 10th ഇതറിയണം കേട്ടോ. ഫസ്റ്റ് ഇത് തൊട്ട് ഇനി അറിഞ്ഞു പോണേ. അപ്പോൾ നമുക്ക് 4 1നെ നമുക്ക് എഴുതാം. 4 × 1 എന്ന് കൊടുക്കരുത്. മുമ്പ് നമ്മൾ പറഞ്ഞതാണ്. 5 10 ആണെങ്കിലോ 5 × 1/10 ഇങ്ങനെയാണ് ഇതിലെഴുതുന്നത്. ഇനി ഇതുപോലെ നല്ലപോലെ മനസ്സിലാക്കണേ ഇതിനെ എങ്ങനെയാണ് എഴുതുന്നതെന്ന്. ഫസ്റ്റ് നോക്കിയാൽ 4.5 എന്നാണെങ്കിൽ പോയിന്റിൻ്റെ ലെഫ്റ്റ് 1s 10s 100 1000 എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകും. ഇത്
ടെൻത്, ഹൺഡ്രഡ്സ്, 1000 എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകും. പക്ഷെ എഴുതുമ്പോൾ THS കൂടെ ഇടണം കേട്ടോ. എല്ലാത്തിൻ്റെയും അവസാനം TH പോയിന്റ് കഴിഞ്ഞ് വലത്തോട്ട് പോകുമ്പോഴാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അതായത് മലയാളം മീഡിയക്കാർക്ക് നമ്മൾ എഴുതും 4 × 1 4 ഒന്നുകൾ, 4 ഒന്നുകളും 5 10ൽ 1 അല്ലേ, 5ൽ 10ൽ ഒന്നുകളും ഉണ്ട്. 10ൽ ഒന്നുകൾ മലയാളംകാർക്ക് എഴുതിക്കോ, 10ൽ ഒന്നുകൾ. ഇത്രയേ ഉള്ളൂ. 4 ഒന്നുകളും 5 10ൽ ഒന്നുകളുമാണ് കേട്ടോ. 10ൽ 1 എന്ന് വെച്ചാൽ ഇതാണ് 10ൽ 1. ഇത്രയേ ഉള്ളൂ. അങ്ങനെ ആകുമ്പോൾ രണ്ടാമത്തെ നോക്കിയേ, 4.57. പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് അങ്ങോട്ട്, പോയിൻ്റ് അങ്ങോട്ട്. ഇതൊന്നും ഇടണ്ട, ഞാൻ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാ. ഇപ്പോൾ ഫസ്റ്റ് ഏതാ, 4 വൺസ് മാത്രമേ ഉള്ളൂ, ഒരെണ്ണേ ഉള്ളൂ വൺസ്. പോയിൻറ്റിൻ്റെ ലെഫ്റ്റോ 5 എന്ന് പറയുന്നത് എന്താ, അവിടെ 10th മുമ്പ് നമ്മൾ എഴുതുക 10th, ടെൻസ്. ഇനി 10th കഴിഞ്ഞാൽ പിന്നെ 100. എത്ര, 700. HUNDRED 100 എന്ന് എഴുതിയിട്ട് THS കൂടെ എഴുതണം. ഓരോന്നും ഇത് 2 സംഖ്യ, ഇതൊക്കെ 3 എണ്ണം കേട്ടോ. 3 4 വൺസ് നമുക്ക് എങ്ങനെ എഴുതാം, 4 × 1 + 5 × 10 പ്ലസ് 10th അല്ലേ കുഞ്ഞുങ്ങളെ, അപ്പം 5 × 1/10, 7 × 1/100. ഇത്ത് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമല്ലോ, ഇപ്പം മനസ്സിലായി കാണും. ഇത്തിൻ്റെ അർത്ഥം 1/10, 10th ആകുമ്പോൾ 1/10 അടിങ്ങനെ എഴുതണം. ഇത്ത് വന്നു കഴിഞ്ഞാൽ ഇത്തെന്ന് എവിടെ കണ്ടാലും അടിങ്ങനെ വരും കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഇത്ത് വന്ന് ഇവിടെ 1/, ഇത്ത് പിടികിട്ടിയോ, മനസ്സിലാക്കി പോണേ കേട്ടോ. ഇതിനെ കുറച്ചുകൂടെ നമുക്ക് വേണേൽ എളുപ്പമാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നറിയോ, 4 + 5/10 + 7/100 ഇങ്ങനെയും വേണമെങ്കിൽ അങ്ങോട്ട് എഴുതാം കേട്ടോ. ഏത് രീതി വേണമെങ്കിലും ഇതിനെ എഴുതി നമുക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് എന്താ ചെയ്യാം, 4 + 5/10 ഇങ്ങനെ വേണമെങ്കിലും എഴുതിയാൽ ശരിയാ കേട്ടോ. എങ്ങനെ വേണമെങ്കിലും എഴുതാം. അടുത്ത 4.572 നോക്കൂ നിങ്ങളെ, പോയിൻറ്റിൻ്റെ ലെഫ്റ്റും പോയിൻറ്റിൻ്റെ റൈറ്റും നോക്കണേ. പോയിൻറ്റിൻ്റെ ലെഫ്റ്റിൽ ഒരാളേ ഉള്ളൂ, അതാരാണ്, 4 വൺസ്, ഒരെണ്ണേ ഉള്ളൂ വൺസ്. ഇനി പോയിൻറ്റിൻ്റെ വലത്തോട്ട് പോകുമ്പോൾ 3 എണ്ണം ഉണ്ടല്ലേ, 3 എണ്ണം നോക്കിയേ. ഫസ്റ്റ് ഏതാ, 10th. എങ്ങനെ എഴുതും, 5 10th ഇടാൻ മറക്കല്ലേ, പോയിൻറ്റ് കഴിഞ്ഞ് വലത്തോട്ടാണേ. പ്ലസ് 700th HUNDREDTHS 100th പ്ലസ് 2000 THOUSANDTHS കേട്ടോ, അതിടാൻ മറക്കല്ലേ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, 4 × 1 + 5 × 10th ആണ്, അപ്പോൾ 1/10 പ്ലസ് 7 × 1/100 10 100. അപ്പോൾ അടുത്ത ഏതാ, 1000. 2 × 1/, കണ്ടോ, 1 2 3 ഇനി അങ്ങോട്ട് പോകുന്തോറും 0 കൂടിക്കൊണ്ടേയിരിക്കും. അപ്പം അല്ലേ, മനസ്സിലാവുന്നുണ്ടോ? ഇത്ര എഴുതിയാൽ മതി. അപ്പം നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിന് 4 + 5/10 + 7/100 + 2/1000 ഇങ്ങനെ എഴുതിയാലും തെറ്റില്ല കേട്ടോ. ഓരോ ടെസ്റ്റിലും ഓരോ രീതിയിലും ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് സത്യത്തിൽ നിങ്ങൾക്ക് വേണ്ട ഇത് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ 4 വൺസ് എന്ന് വെച്ചാൽ 4 × 1 മാത്സ് അല്ലേ കുഞ്ഞുങ്ങൾ, നമുക്ക് ഏത് രീതി വേണമെങ്കിലും ചിന്തിക്കാം. കുഞ്ഞുങ്ങൾ കൂടുതൽ അങ്ങ് തല പുകയ്ക്കണ്ട, പോയിന്റ് നോക്കുക, പോയിന്റിൻ്റെ ലെഫ്റ്റും റൈറ്റും എടുക്കുക. ലെഫ്റ്റ് തുടങ്ങുന്നത് വൺസിലാണ്, റൈറ്റ് തുടങ്ങുന്നത് 10th. ഇത്ത് ഇട്ടാൻ കൊടുത്താൽ മതി കേട്ടോ, ഇത്ത്. അപ്പം നമ്മൾ ആ 3 എണ്ണം ചെയ്തു, മനസ്സിലാവുന്നുണ്ടല്ലോ, എഴുതിയെടുക്കണേ. അടുത്ത 4-മത്തത് 45 പോയിന്റ് കഴിഞ്ഞിട്ട് കൂട്ടി വായിക്കല്ലേ, 72 45.72. പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് പോയിൻറ്റിൻ്റെ റൈറ്റ്, വൺസ് ടെൻസ്. എത്ര ടെൻസ്, 4 ടെൻസ് പ്ലസ് 5 വൺസ്. അപ്പോൾ പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് കഴിഞ്ഞു. പ്ലസ് പോയിൻറ്റിൻ്റെ റൈറ്റിൽ 10th തുടങ്ങുന്നത്, അപ്പോൾ 7 10th. ഇത്ത് പ്ലസ് 200th. ഇത്തിട്ടോണം കേട്ടോ, ഇത്തിടാൻ മറക്കല്ലേ. അപ്പോൾ 4 × 10s പ്ലസ് 5 × 1s
പ്ലസ് 7 ഇൻറ്റു 1/10 പ്ലസ് 2 ഇൻറ്റു 1/100. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഇതിനെ ഞാൻ കുറച്ചുകൂടെ ഇതായിട്ട് പറയുന്നതാ ഈ കേട്ടോ. 4 ഇൻറ്റു 10 40 പ്ലസ് 5 ഇൻറ്റു 1 5 പ്ലസ് 7/10 പ്ലസ് 2/100 ഇങ്ങനെ എഴുതിയേക്കുന്നത്. ഇനി വേണേൽ കുറച്ചുകൂടെ 45 പ്ലസ് 7/10 പ്ലസ് 2/100 എങ്ങനെ വേണമെങ്കിലും എഴുതാം കേട്ടോ. ഇങ്ങനെയൊക്കെ എഴുതിയാലും ശരിയാ. നിങ്ങൾക്ക് തന്നെ ഇവിടെ വരെ എഴുതിയാൽ മതി കേട്ടോ. അടുത്ത മനസ്സിലാക്കി പോണേ കേട്ടോ. 4 5 7 ആരുടെയിലേ മനസ്സിൽ ഇതൊന്നും മനസ്സിലാകുന്നില്ല, പുകഞ്ഞിരിപ്പുണ്ടോ? ഒന്നുകൂടെ വേണേ അങ്ങ് പറയാം കുഞ്ഞുങ്ങളെ. സമയം ഇത് 2 ലിങ്കായിട്ട് ഇടേണ്ട, ഒറ്റ ലിങ്ക് പോകാൻ തോന്നുന്നു കുഞ്ഞുങ്ങളെ. പോയിന്റ് ഇടുക. ഇത് നമ്മുടെ ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ്റെ പോയിന്റ് കണ്ടോ? അതായത് പോയിന്റ് ദശാംശം അല്ലെ ഡെസിമൽ കണ്ടല്ലോ. ഈ ഡെസിമലിൻ്റെ ലെഫ്റ്റ് ആണ് അങ്ങോട്ട് ഇങ്ങോട്ട് പോയിന്റിൻ്റെ 2 സൈഡിലോട്ടും കൊടുക്കും. ഇത് ബുക്കിലും ഇതൊന്നും ആരും പഠിപ്പിക്കുന്ന ഒന്നുമല്ല, ഞാനൊന്ന് അറിയാൻ വേണ്ടി പറഞ്ഞു തന്നേ കുഞ്ഞുങ്ങളെ. അപ്പോൾ പോയിന്റിൻ്റെ ലെഫ്റ്റ് മുതൽ താണ്ട് ഇങ്ങോട്ട് ഇടത്തോട്ട് പോകും തോറും നമ്മൾ ഫസ്റ്റ് പറഞ്ഞതാ വൺസ്, ടെൻസ്, 100, 1000, 10,000, ലാക്ക് എന്നും പറഞ്ഞ് അങ്ങോട്ട് പോകുക. അത് ആരോ മാർക്ക് അങ്ങോട്ട് കൊടുത്തത്. പോയിന്റ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്നത് 10ലാണ് തുടങ്ങുന്നത്. 10 അല്ലേ? 10 നമ്മൾ 10ലാന്ന് പറയില്ല, 10th. ആ ഒരു ക്ലൂ ഓർത്താൽ മതി. പിന്നെ 10th കഴിഞ്ഞാൽ പിന്നെ 100, 1000, 10,000 എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകും. പക്ഷേ അതിൻ്റെ എല്ലാം അവസാനം ഒരു TH ഇട്ട് കൊടുത്താൽ മതി, THS കേട്ടോ. അത്രയേ ഉള്ളൂ. അതിപ്പോൾ ഏത് സംഖ്യ ആയിക്കോട്ടെ. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര? 4 hundreds, HUNDRED hundreds, അത് hundreds അല്ലേ? പ്ലസ് 5 tens, പ്ലസ് 7 ones, പ്ലസ് 2 tenth. കാരണം പോയിന്റ് കഴിഞ്ഞ് വന്നുകൊണ്ട് ഇത് 10th. അപ്പോൾ എങ്ങനെ എഴുതാം? 400 അല്ലേ? 4 ഇൻറ്റു 100 പ്ലസ് 5 ഇൻറ്റു 10 പ്ലസ് 7 ഇൻറ്റു 1 പ്ലസ് 2 1/10 കേട്ടോ. അപ്പോൾ എങ്ങനെയാ? 400 പ്ലസ് 50 പ്ലസ് 7 പ്ലസ് 2/10. ഇവിടെ വരെ മതി നിങ്ങൾക്ക്. ഞാൻ ഒന്നുകൂടെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം 457 2/10 ഇങ്ങനെ എഴുതാം കേട്ടോ. നിങ്ങൾക്ക് ഇത്രയും മതി. ഞാനിതൊന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. കാരണം 400, 50, 7, 2/10 ഇത്രയല്ലേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. 5 എല്ലാം ഉള്ളായിരുന്നോ? 457.2 കേട്ടോ. ഓക്കെ, നമുക്ക് ഇന്ന് ഇത്രയും മതി. നമുക്ക് അടുത്ത പാർട്ടിൽ നമുക്ക് ബാക്കി പഠിക്കാം. ഞാൻ ഇത്രയും എന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് അറിഞ്ഞെങ്കിലേ നമുക്ക് ഇനി അങ്ങോട്ടുള്ളത് എഴുതാൻ പറ്റത്തുള്ളൂ. അതിനാണ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത്. നിങ്ങൾ ആദ്യത്തെ ആ ബേസ് അറിയാൻ വയ്യാതെ നമ്മൾ കിടന്ന് പഠിച്ചുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഇത് ഇവിടുന്ന് മുതലേ പറഞ്ഞു പോയത് കേട്ടോ. ഇതറിയാവുന്ന കുട്ടികൾക്ക് ഇനി അങ്ങോട്ടുള്ളത് എളുപ്പമാവും കേട്ടോ. നല്ലപോലെ മനസ്സിലാക്കി പഠിക്കണേ. നമുക്ക് ഓണം കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സാണ്. വൃത്തിയായിട്ട് എഴുതി പഠിക്കുക. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ കുഞ്ഞുങ്ങളെ. നിങ്ങളാണ് എൻ്റെ ഓരോ പാഠങ്ങളും അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.